ഫേമസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഗോട്ട് മിൽക്കിൽ തയ്യാറാക്കിയ ഒരു സോപ്പിൻ്റെ വീഡിയോസാണ്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം, ഏതൊക്കെ സ്കിന്നുകാർക്ക് ഇത് നല്ല സൂട്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞു വന്നാലോ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഏത് സോപ്പാണ് നല്ലത് എന്നുള്ളത്. ഡ്രൈ സ്കിന്നുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സോപ്പാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേര വേണം, ആര്യവേപ്പ് വേണം, പച്ചമഞ്ഞൾ, തുളസി. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിനകത്തേക്ക് നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ജാറിലേക്ക് ഇതിൻ്റെ ഇലകളും അതുപോലെ പച്ചമഞ്ഞളും അലോവേരയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. പച്ചമഞ്ഞളും അലോവേരയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പിലയും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അരിച്ചെടുക്കാതെയും ഇത് നേരിട്ട് തന്നെ നമ്മുടെ സോപ്പ് ബേസിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൂടെ ചെയ്യാം. സോപ്പ് ബേസ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോട്ട് മിൽക്കാണ്. അപ്പോൾ ഗോട്ട് മിൽക്കിൻ്റെ 1 കിലോ സോപ്പ് ബേസാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് മെഷർമെൻ്റ് ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു, അതാണ് ഒന്ന് കാണിച്ചത് കേട്ടോ. 1 കിലോ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് എടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എനിക്ക് വേണ്ട, ഇപ്പോൾ ഈ 1 കിലോയ്ക്ക് വേണ്ടി എനിക്ക് എത്രയാണോ ഇതിന് ജ്യൂസ് വേണ്ട ആ ഒരു ജ്യൂസാണ് ഞാനിപ്പോൾ അളന്നെടുക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആ മെഷീനിൽ നോക്കിയാൽ മതി. ഇത്രയാണ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചത് നോക്കി കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റിയ ഒരു സോപ്പാണിത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഡ്രൈ സ്കിന്നുകാരുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സോപ്പ് വാങ്ങി ഉപയോഗിക്കുന്നതിൽ നല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സോപ്പുകൾ കൊണ്ടുവരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അസുഖങ്ങളും ആ സ്കിൻ പ്രോബ്ലങ്ങളും മാറ്റാൻ പറ്റും. ഇനി ഞാൻ 1 കിലോ ഗോട്ട് മിൽക്ക് ബേസ് ആയിരുന്നു, അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ചൂടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ബേസ് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഡബിൾ ബോയിൽ മെത്തേഡിൽ തന്നെയാണ് നമ്മളെപ്പോഴും സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ബേസൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മെൽറ്റ് ആവാൻ നിൽക്കേണ്ട. ഈ ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് ആകുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് അലിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ജ്യൂസ് ഒഴിക്കും. കാരണം അതൊന്ന് ചൂടാവാനുണ്ട്. നമ്മൾ ആ ഒഴിക്കുന്ന ജ്യൂസ് ഫ്രഷായിട്ട് ഒഴിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് സോപ്പിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുന്നേ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ പച്ചമഞ്ഞളിൻ്റെയും അതുപോലെ നീം, തുളസി ഇതൊക്കെ നമ്മുടെ ശരീരത്തെ എത്രത്തോളം ഗുണം ചെയ്യുന്ന സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കിന്നിന് ഏറ്റവും നല്ല സംഭവമാണ് നമ്മുടെ ആര്യവേപ്പ്, തുളസി, അതിൻ്റെ കൂടെ അലോവേരയും പച്ചമഞ്ഞളും. ഈ ഡ്രൈ നന്നായിട്ട് നമ്മുടെ ആ ജ്യൂസൊക്കെ ഒഴിച്ചൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇറക്കി വെച്ച് നമുക്കിതിനകത്തേക്ക് ഞാൻ തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത്. ആയുർവേദ ഐറ്റത്തിനൊക്കെ ഒന്നെങ്കിൽ അലോവേര, നീം അല്ലെങ്കിൽ തുളസി അങ്ങനെയുള്ള ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് അതേപോലെ തന്നെ ആ ഒരു സോപ്പിന് കിട്ടും. ഒരു നല്ലൊരു സ്മെല്ലാണ്. നമ്മുടെ ഹയ ഓർഗാനിക്കിൻ്റെ തന്നെ എല്ലാതരം ഫ്രാഗ്രൻസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോപ്പിനുള്ള എല്ലാ മെറ്റീരിയൽസ് അതുപോലെ മോൾഡുകളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിലുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ ഐറ്റവും നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അതെല്ലാം സോപ്പ് ആവശ്യമുള്ളവർക്ക്, ഇതൊന്നും ചെയ്യാൻ പോലും ടൈം ഇല്ലാത്തവർക്ക് സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ സോപ്പ് വരെയും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മോൾഡ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഫ്ലവർ മോൾഡിൻ്റെ 4 സോപ്പ് ഉണ്ടാക്കുന്നതാണ്. വലുത് 100 ഗ്രാമിൻ്റെത്. അതുപോലെ തന്നെ ഈ റോസാപ്പൂവിൻ്റെ മോൾഡ് 50 ഗ്രാം സോപ്പിന് പറ്റിയ മോൾഡാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ഈ ഒരു സോപ്പ് ഒരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്ന് ഈ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുകയെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റായി ഒരു 3 മണിക്കൂറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ മോൾഡിൽ നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഷേപ്പിലും നമുക്ക് ആ സോപ്പ് കിട്ടിയേക്കുന്നതിൻ്റെ ഒരു ഭംഗിയില്ലേ. അപ്പോൾ ഈ ചാനൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റവുമായിട്ട് വരുന്നതായിരിക്കും. അത് സോപ്പ് എന്നല്ല, പുതിയ പുതിയ വെറൈറ്റി ഐറ്റങ്ങളുമായിട്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്.
അപ്പം സോപ്പൊക്കെ സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. സോപ്പ് വേണ്ടവർക്കും സോപ്പിൻ്റെ മെറ്റീരിയൽസ് വേണ്ടവർക്കും ഒക്കെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.